ഹലോ ഓൾ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡേറ്റ് വന്നു. ജൂലൈ 29-നാണ് എക്സാം. നമുക്കിപ്പോൾ പുതിയ സിലബസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെയുള്ള സിലബസ് ഫോളോ ചെയ്താണ് നമ്മൾ ഇതുവരെ ക്ലാസ്സുകൾ പോയിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 9 മോഡ്യൂൾസ് ആണുള്ളത്. ലാസ്റ്റ് 2 മോഡ്യൂൾസ് ആയിരിക്കും പൊതുവെ ഇലക്ട്രോണിക്സ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അധികം പഠിക്കാതെ ഉള്ള 2 മോഡ്യൂൾസ്. അതിൽ തന്നെ 8ാമത്തെ മോഡ്യൂളിലാണ് കൂടുതൽ വെയിറ്റേജ്, 20 മാർക്ക് അത് വെയിറ്റേജ് വരുന്നുണ്ട്. 9th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ പവർ സിസ്റ്റം ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്കിത് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രിക്കലിനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് വന്നിട്ടുള്ളത്. നല്ല വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 90 ഡേയ്സ് ആണ് ഇത് പഠിക്കാൻ നമ്മുടെ കയ്യിലുള്ളത്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പഠനം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലേണിംഗ് വേൾഡ് ഇപ്പം ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ്. ഞാൻ അതിന്റെ സ്റ്റഡി പ്ലാൻ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഏപ്രിൽ 28 മുതലാണ് കൃത്യമായിട്ട് നമ്മൾ ഓരോ മോഡ്യൂൾസിനും ഡേറ്റ്സ് അസൈൻ ചെയ്തിട്ട് ആ സ്റ്റഡി പ്ലാനിൽ തന്നെയായിരിക്കും നമ്മുടെ കോഴ്സും പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഇതിന് ആയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ഷെയർ ചെയ്യും. ഓരോ വീക്കെൻഡ്സിലും അതാത് വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വീക്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന മോഡ്യൂൾ പോർഷൻസ് റിവൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അടുത്തടുത്ത മോഡ്യൂളുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. ഇത് ഓരോ സെഷനിലുള്ള ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ, ഒരു അഡീഷണൽ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബുക്ക് ബണ്ടിൽ, ഓൾറെഡി ബുക്ക് ബണ്ടിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് MCQ ബുക്ക് ബണ്ടിലും ഉണ്ട്, ഹാൻഡ് ബുക്ക് ബണ്ടിലും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, MCQയുടെ സെറ്റ് വേണോ അതോ ഹാൻഡ് ബുക്കിന്റെ സെറ്റ് വേണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബുക്ക് സെറ്റും നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മൾ എല്ലാ മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് റിവിഷന് വേണ്ടിയും ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഓരോ മോഡ്യൂൾസിന്റെ റിവിഷൻ, അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ കൂടാതെ നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട്, കാരണം ഇതിൽ നമുക്ക് കൂടുതൽ മാർക്ക് വരുന്നത് അധികം ഇലക്ട്രോണിക്സുകാര് പഠിക്കാത്ത അല്ലെങ്കിൽ അധികം ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് വരാത്ത കുറെ പോർഷൻസ് ആണ്. ഇപ്പൊ ഇലക്ട്രിക്കൽ എക്സാംസിലാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത ഏരിയ ആണ് ഒരു കൂടുതൽ നമുക്ക് മാർക്കോട് കൂടി 20 മാർക്കോട് കൂടി വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഏരിയ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ സിലബസ് അനുസരിച്ച് തന്നെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 28 മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും വൈകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറെ പേരുടെ ഒരു ഇതാണ്, AE ഇലക്ട്രോണിക്സിന്റെ നമുക്ക് സിലബസ് വന്നു, ഇത് പഠിച്ചു തുടങ്ങണം. അധികം വൈകാതെ ചിലപ്പോൾ അടുത്ത മാസം നമുക്ക് പോളി ലെക്ചററിന്റെ ഡേറ്റും സിലബസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു ക്ലാഷ് വരില്ലേ? വീണ്ടും നമുക്കൊരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ടി വരില്ലേ? അതേപോലെ ഇനി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വരാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് 2-in-1 കോഴ്സ് അവൈലബിൾ ആണ്, 3-in-1 കോഴ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയറും അതേപോലെ തന്നെ നിങ്ങൾക്ക് പോളി ലെക്ചറും എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ച് എടുക്കാം. 2-in-1 കോമ്പോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി 3 പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാനുള്ള 3-in-1 കോഴ്സുകളും ഉണ്ട്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സുകളിലൊക്കെ 2-in-1 കോഴ്സിലും 3-in-1 കോഴ്സിലും ഒക്കെ നമ്മുടെ ഫുൾ സെറ്റ് ബുക്ക്, അതായത് ഹാൻഡ് ബുക്ക് 3 സെറ്റ് വരുന്ന ഹാൻഡ് ബുക്കിന്റെ ബണ്ടിലും 5 സെറ്റ് ബുക്കുകൾ വരുന്ന MCQ ബുക്ക് ബണ്ടിൽ, അങ്ങനെ മൊത്തം 8 ബുക്കുകൾ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ കോഴ്സുകൾ, അതായത് ആ എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന് പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞ് പോളിയുടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അതും കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ എക്സാം വരെ നമുക്ക് ഈ കോഴ്സുകളിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള അസിസ്റ്റൻസ്. ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ഓരോ പരീക്ഷയ്ക്കും ചിലപ്പോൾ ടോപ്പിക്സ് സെയിം ആണെങ്കിലും അതാത് എക്സാമിന്റെ സമയത്ത് നമുക്ക് കൃത്യമായി ഒരു മെന്റർഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരിക, നിങ്ങളെ പഠിപ്പിക്കുക, ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു അഡീഷണൽ കെയർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് എക്സാം വരെ നമുക്ക് ഒരേ കാര്യമാണ് പഠിക്കാനുള്ളതെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 3 എക്സാം വരെയും നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും.
പേഴ്സണൽ മെന്ററിങ്ങോട് കൂടിയാണ് നമ്മൾ എല്ലാ കോഴ്സിലും, അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡന്റിനെയും പേഴ്സണൽ മെന്റർ ചെയ്യാനുള്ള മെന്റർ സപ്പോർട്ടും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾ ജസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എക്സാം എഴുതുക എന്നുള്ളതല്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം, ടോപ്പ് റാങ്കിൽ വരണം, നിങ്ങളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിൽ പോവാം. നമ്മൾ ജോയിൻ ചെയ്യാൻ വൈകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് ഈ പെൻഡിങ് പോർഷൻസ് പഠിക്കേണ്ട ഒരു ഇത് വരും. അപ്പോൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് വേണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പോളി ലെക്ചറർ മാത്രം വേണമെങ്കിൽ അങ്ങനെ, ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സിന്റെ. എല്ലാ പരീക്ഷയ്ക്കും ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ 2-in-1 കോഴ്സോ 3-in-1 കോഴ്സോ എടുക്കുക. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. താങ്ക്